ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷൻ എൻട്രൻസ് കമ്മീഷണർ റിലീസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ആകെ മൊത്തം ഒരു റഷും ഹറിബറി ആയിട്ട് ഇരിക്കാമെന്നറിയാം. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് എങ്ങനെ ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ട രേഖകൾ, ഡോക്യുമെൻസിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ ഉൾപ്പെടെയുള്ള മറ്റുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത് ഒഫീഷ്യൽ സൈറ്റ്. ഇതാണ് എൻട്രൻസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ സൈറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ്, പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാം. ഇതാണ് ഒഫീഷ്യൽ CKerala.gov. ഇതാണ് ഒഫീഷ്യൽ സൈറ്റ്. ഇതിലാണ് നിങ്ങളുടെ എല്ലാ അപ്ഡേഷൻസും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ സൈറ്റ് ആരും മറക്കണ്ട. ഇതിൽ കയറുക. ഇതിൽ നിങ്ങളുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 5 ഇയർ അല്ലെങ്കിൽ 3 ഇയർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മേളിൽ തന്നെ ഇങ്ങനെ ന്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പോപ്പപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടാവും അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ കയറുക. സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് LLB അല്ലെങ്കിൽ 3 ഇയർ യൂണിറ്ററി LLB എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് കിട്ടും. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വൃത്തിക്ക് എഴുതി വയ്ക്കും. കാരണം ഇനി ഇവിടം തൊട്ട് അഡ്മിഷൻ വരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വേണം നിങ്ങൾക്ക്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും എവിടെ എഴുതി വയ്ക്കുക. ആ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിൽ ആപ്ലിക്കേഷനാണ്. ഈ ഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങൾ, വിവരങ്ങൾ എല്ലാം, ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്ന. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷനും വൃത്തിക്ക് ചെയ്യുക. നിങ്ങൾ അതായത് വൃത്തിക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യുക, കൊടുക്കുന്ന ഇൻഫോർമേഷൻ കറക്റ്റായി. പിന്നീട് തിരുത്തുക എന്നൊക്കെയുള്ളത് വലിയ ടാസ്ക്കാണ്. പേര് കൊടുക്കുമ്പോൾ പേര് കൃത്യമായി ടൈപ്പ് ചെയ്യുക, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഏജ്, സോ ആൻഡ് സോ തിങ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് ചെയ്യൂ. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ വൈൽ ഫില്ലിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതായത് സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റ് കെയറോടെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്ലിക്കൻ ഷുഡ് എൻഷുർ ദാറ്റ് ദ ഡാറ്റ പ്രൊവൈഡ് കറക്റ്റ് ബിഫോർ പ്രൊസീഡിംഗ്. നിങ്ങൾ ആ സ്റ്റെപ്പ് 2 എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങളത് കംപ്ലീറ്റ് നോക്കുക. നിങ്ങളെല്ലാവരും അപ്ലിക്കേഷൻ മാക്സിമം കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റാണ്, പേര്, വിവരങ്ങളെല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് ശേഷം ആ പിൻകോഡ് ഉൾപ്പെടെ കാര്യം സെറ്റ് നോക്കിയിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യണം, സ്റ്റെപ്പ് 3ലേക്ക് പോകണം. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ ഞാൻ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ആപ്ലിക്കേഷൻ ഫീ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൺവേ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഈ വർഷം 2026 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആപ്ലിക്കേഷൻ ഫീയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാനത് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിലോ ഞാൻ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തേക്കാം. ആപ്ലിക്കേഷൻ ഫീ ജനറൽ OBC കാൻഡിഡേറ്റ്സ് 900 രൂപയും SC ST കാൻഡിഡേറ്റ്സ് 450 രൂപയും. ഓക്കെ, SC PW കാൻഡിഡേറ്റ്സ് 450 രൂപയും വരും. ഓക്കെ, പേയ്മെൻറ്റ് എല്ലാം ഓൺലൈനാണ്. ചലാനോ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ കാർഡ് വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതാണ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ, ഫോട്ടോസ്, ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് 4ലാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സൈസ് റീസൈസ് ചെയ്യണം. ഓക്കെ, ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 15 KB മുതൽ 100 KB ഉള്ളിലായിരിക്കണം. ഓക്കെ, ഫോട്ടോസ് റീസൈസർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ ലിങ്കുകൾ അതിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 150x200 പിക്സൽ ആയിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ആ റീസൈസറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ സിഗ്നേച്ചറിനുണ്ട്. സിഗ്നേച്ചറിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റും. സിഗ്നേച്ചറിൻ്റെ ഫയൽ സൈസ് 4 KB മുതൽ 100 KB ഉള്ളിലായിരിക്കണം. അത് റീസൈസറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. പിക്സൽസും ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന PDF ഫോർമാറ്റിലാണ്. PDF ഫോർമാറ്റിൻ്റെ സൈസ് 10 KB-യുടെയും 500 KB-യുടെയും ഉള്ളിലേക്ക്. ആ PDF റീസൈസറുണ്ട്. നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PDF നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ലവ് PDF പോലത്തെ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. നമുക്ക് PDF റീസൈസ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ്
അപ്ലോഡ് ചെയ്യുമ്പോൾ അത് PDF ഫോട്ടോയിലല്ല അപ്ലോഡ് ചെയ്യുന്നത്, PDF സൈസിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ PDF സൈസ് എന്ന് പറയുന്നത് 100 KB മുതൽ 500 KB. ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നേറ്റിവിറ്റി പ്രൂഫ്, ഏജ് പ്രൂഫ്, നാഷണാലിറ്റി പ്രൂഫ്, നമ്മുടെ റിസർവേഷൻ, ഇതെല്ലാം PDF സൈസ് 10 KB to 500 KB ഉള്ളിലായിരിക്കണം. ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ സൈസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റീസൈസർ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് റീസൈസ് തീർക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റ് പേജാണ്. ആ അക്നോളജ്മെൻറ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് കൃത്യമായിട്ടൊരു ഫയലിൽ സൂക്ഷിച്ച് വെക്കുക. ഒരു ബട്ടൺ ഫയൽ നിങ്ങൾ വാങ്ങുക. ഇനി അങ്ങോട്ടുള്ള ഈ കേരള ലോ എൻട്രൻസ് ആയിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഫയലിൽ വെക്കുക. അല്ലാണ്ട് അവിടെ ഇവിടെയും കൊണ്ടുവെക്കരുത്. ആ ഫയൽ തുറന്നാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാം. ഈ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ, നിങ്ങളിപ്പോൾ PDF എന്താ പറയുക അപ്ലോഡ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ഒറിജിനൽ നിങ്ങൾ ആ ഫയലിൽ വെക്കുക. കാരണം ഇതെല്ലാം അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ ഒരു ഫയൽ മേടിക്കുക, ഈ അക്നോളജ്മെൻറ്റ് പേജ് അതിൽ വെക്കുക, നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതിൽ വെക്കുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറ്റ്മോസ്റ്റ് കോഷനോടെ നമ്മൾ ചെയ്യണം നമ്മൾ. ഓക്കെ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീ അപ്ലൈ ചെയ്യേണ്ടത്. ബേസിക്കായിട്ട് സിമ്പിൾ പ്രൊസീജിയർ. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ രേഖകൾ ഞാൻ മുൻ വീഡിയോ പറഞ്ഞോളൂ, ആ രേഖകളൊക്കെ നിങ്ങൾ എടുത്ത് സെറ്റാക്കി വെക്കുക. എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ പോലും വേണ്ട, അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ തീർക്കാം. ഒഫീഷ്യൽ സൈറ്റ് ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യണമെങ്കിൽ കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക, അങ്ങനെ അയച്ചു കൊടുക്കുക ഗൈസ്. താങ്ക് യു.